ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആവാനായിട്ട് വർക്കിംഗ് ആവുന്ന ഒരു ഫേസ് ഓയിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് നല്ല 100% റിസൾട്ട് ഉണ്ടായ ഞാനിപ്പോൾ ഒരു 2 ഇയറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫേസ് ഓയിലാണ്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആവും, നമ്മുടെ ടാനൊക്കെ മാറും. പിന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്ന പിഗ്മെൻറ്റേഷൻ, എൻ്റെ ഫേസിലൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാനൊക്കെ അടിപൊളിയായിട്ട് മാറും കേട്ടോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ഓയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെ. അപ്പോൾ വീഡിയോ കൂടുതൽ വലിച്ചു തരില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒന്ന് പപ്പായ, പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. മാക്സിമം മായൊന്നും ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അതെടുത്തോ. എനിക്കിപ്പോൾ ഉള്ളത് അത്യാവശ്യം പഴുത്തൊരു പപ്പായയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പപ്പായയും വെളിച്ചെണ്ണയും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ, എനിക്ക് പകുതി മതി. അപ്പോൾ ഞാനത് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതൊന്ന് പാൻ ചൂടാക്കിയെടുക്കുക. ഫസ്റ്റ് പാൻ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന, അതായത് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു മിക്സ്ചർ നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് അത് മിക്സായി നല്ലൊരു ഗോൾഡൻ കളർ എത്തുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക്, ആ ഒരു കളറിലേക്ക് വരണം. അപ്പോൾ നമുക്ക് അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൈ വിടാണ്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എനിക്കിപ്പോൾ ഞാൻ ഈ ക്യാമറയും കൂടിയിട്ട് പിടിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പപ്പായ നല്ല ഓറഞ്ച് ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരുന്നൊരു സമയമാകുമ്പോഴേക്കും നമുക്കിത് മാറ്റാൻ സാധിക്കും. ഈ പതയൊക്കെ ഒന്ന് പോട്ടെ നന്നായിട്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓയിലും ആ ഒരു പപ്പായ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു പാകത്താകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വൃത്തിയുള്ള നല്ലൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. മാറ്റുമ്പോൾ നമ്മൾ തുണി വെച്ചിട്ട് ഇങ്ങനെ അരിച്ചിട്ട് മാറ്റാൻ ശ്രമിക്കുക. ഇതായിട്ട് ഒഴിച്ച് വെക്കരുത്, ആ ഓയിൽ മാത്രം മതി നമുക്ക് കേട്ടോ. ഹലോ എവരിവൺ, അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്താ ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചേക്കാണിത്. ഞാനിനി വീഡിയോ എടുക്കുന്നുണ്ടായിട്ട് ഇതിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടുള്ള ഒരു ബോട്ടിലിലോ ചില്ലിൻ്റെയിൽ ഇട്ട് വെക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ടോ വളരെ കുറച്ചെടുത്തതിനെ കൊണ്ടിട്ട് എനിക്ക് കുറച്ച് എണ്ണ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം പപ്പായ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അപ്പം നന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും എടുത്ത് തേക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കാലിലും ടാനുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊരു അരമണിക്കൂർ നിന്നതിന് ശേഷം നമുക്കിത് കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഡെയിലി തേക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് വേഗം കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡെയിലി തേക്കാൻ പറ്റാത്ത തിരക്കുകളുള്ള ആളുകളൊക്കെ ഉണ്ടാകും. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിലും ഞായറാഴ്ച നിൽക്കുമ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ ഇത് ഉണ്ടാക്കി തരുന്നിട്ട് ഞായറാഴ്ച നിൽക്കുന്ന സമയത്ത് ഞാനിതിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഇത് 2 ഇയറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ടാനിങ്ങൊക്കെ നന്നായിട്ട് മാറി. പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ വരില്ലേ, കുരു വന്നതിൻ്റെ ആ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു പാടൊക്കെ നന്നായിട്ട് ഫെയ്ഡായി പോകും കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ്. അപ്പം ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് പീരീഡ്സ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ
ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമുക്ക്. അപ്പോൾ ആ അമ്മമാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. നമ്മളാ ഇരിക്കുന്ന ടൈമിൽ ഇതും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടും. നന്നായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആവും. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും വെയിലത്തൊക്കെ കളിച്ചിട്ട് ഓടി കളിച്ച് നടക്കുന്ന കുട്ടികളാണെങ്കിൽ ടാനിങ് മാറും. അപ്പോൾ ആ ഇരിക്കുന്ന ഒരു ടൈമിൽ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അമ്മമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കുക പെൺകുട്ടികൾക്ക് ഈ ഇത്. പിന്നെ ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രം യൂസ് ചെയ്യാനുള്ള ഇല്ല, ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ആൺകുട്ടികളാണെങ്കിൽ ഇപ്പം ഫുട്ബോൾ കളിക്കാൻ അവിടെ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ പോകുന്ന പിള്ളേരുണ്ടാവും. അപ്പം ടാനിങ് നന്നായിട്ട് വരും. പിന്നെ ആൺപിള്ളേർ ഒട്ടും സൺസ്ക്രീമൊന്നും യൂസ് ചെയ്യലുണ്ടാവില്ല. അപ്പം കാണുന്നവരുണ്ടെങ്കിൽ അമ്മമാർ ഇത് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാനിങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറും. അപ്പം അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഞാനിപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓയിലി ടു സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പിമ്പിളും വരും. പിന്നെ നല്ല ഓയിലി സ്കിന്നാണ് ഓൾറെഡി, എന്നാലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് യൂസ് ചെയ്യുന്നതനുസരിച്ച് കേട്ടോ. പിന്നെ എണ്ണ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ, അത് എടുക്കാൻ നോക്കുക. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ നോക്കി തന്നെ വാങ്ങിയിട്ട് സംഭവം ഉണ്ടാക്കുക. കാരണം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഉറപ്പായിട്ടും ഓയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല റിസൾട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ച് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്തായാലും ബൈ. വേറൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചെയ്ത വീട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.